ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സജി പിടിയിലായിരിക്കുന്നു. വീടിന് സമീപത്തെ പറമ്പിൽ നിന്നാണ് സജിയെ പിടികൂടിയത്. പോലീസ് നായയും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് കണ്ടെത്തിയത്. പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ കാണാം. പ്രതിയുമായി പോലീസ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. തന്റെ സജീവ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സജി തന്നെയാണ് സജിയെ വീടിനടുത്തുള്ള പറമ്പിൽ നിന്നാണ് പിടികൂടിയത്. പിടികൂടിയ ശേഷം അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇതെന്ന് തോന്നുന്നു. ആഷിക്ക് വിവരങ്ങൾ. ഇപ്പോൾ കണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ പിടികൂടിയ ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഏതായാലും അല്പനേരം മുമ്പാണ് പ്രതിയെ പിടികൂടാനായത്. വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കണം. നടപടിക്രമങ്ങൾക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമാണ് പോലീസ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. വിശദമായ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സജി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്താണ് നടന്നത് എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമാണ്. ഏതാണ്ട് 8 ദിവസങ്ങൾക്ക് മുമ്പ് രണ്ടുപേരെ കാണാതാകുന്നു. പരാതി ലഭിച്ചതിനെ തുടർന്ന് പരിശോധന നടത്തുമ്പോൾ 2 അഴുകിയ നിലയിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു. പിന്നീട് ഇയാൾ ഒളിവിൽ പോയതിനെ തുടർന്നാണ് ഇയാളാണ് ഈ കുറ്റകൃത്യം ചെയ്തത്, കൊലപാതകം നടത്തിയതെന്നുള്ള സംശയത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഏതായാലും ആ നിലയിൽ തന്നെയാണ് സംഭവിച്ചത് എന്നുള്ള സംശയം തന്നെയാണ് ബന്ധുക്കളും പങ്കുവെക്കുന്നത്. പക്ഷേ ഇനിയും സജിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകമാണെങ്കിൽ തന്നെയും അതിന് മറ്റാരുടെയെങ്കിലും സഹായമുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇന്നലെ ഉച്ചയോട് തുടങ്ങി സജിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ സജീവമായിരുന്നു. ആ മേഖലയെല്ലാം തന്നെ സജീവമായി പരിശോധന നടത്തിയിരുന്നു. പ്രത്യേകിച്ച് വനമേഖലയാണ്. വനമേഖലയോട് ചേർന്ന് നടക്കുന്ന പ്രദേശമാണ്. അതിനുള്ളിലേക്ക് ഉൾക്കാടുകളിലേക്ക് മറ്റോ രക്ഷപ്പെട്ടിരുന്നു എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചു. നെടുങ്കണ്ടം കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സജിയെയാണ് പോലീസ് തിരച്ചിലിനൊടുവിൽ പിടികൂടിയത്. അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവരങ്ങളാണ് ആഷിക്ക് നൽകിയത്.